ധന്യമീ ജീവിതത്തിൽ ഇന്ന് പറയുന്നത് തത്വചിന്തയുടെ ചെറിയ ഒരു അംശം ആണ്. എല്ലാ സുഖത്തിൻ്റെയും അടിസ്ഥാനം ഏതോ ഒരു വസ്തുവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ഏത് സുഖത്തിൻ്റെ കാര്യം എടുക്കും. ഇക്കാരണം കൊണ്ടാണ് ഉപാധികളൊന്നുമില്ലാതെ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. വെറുതെ കയ്യും കെട്ടി ഒരിടത്ത് ഇരുന്നിട്ട് ഞാൻ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആൾ ചോദിക്കില്ലേ, സന്തോഷിക്കപ്പം എന്താ ഉണ്ടായി എന്ന്. സന്തോഷിക്കപ്പം എന്താ ഉണ്ടായി? സന്തോഷിക്കാൻ മാത്രം. ഇത് പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു സ്വഭാവമുണ്ട്. യാത്ര പറയുമ്പോൾ, ആദ്യം കണ്ടുമുട്ടുമ്പോൾ, ആളുകൾ അഭിനന്ദിക്കുമ്പോൾ ഒക്കെ ഞാൻ കൈ പിടിച്ചിട്ടൊരു വാക്കാ സന്തോഷം. സന്തോഷം. ഒരു ദിവസം എത്രയോ തവണ എനിക്ക് സന്തോഷം എന്ന് പറയേണ്ട കാര്യമുണ്ടാവാറുണ്ട്. എന്നെ മനസ്സിലായോ സാർ? പിന്നെ ഗോപാലൻകുട്ടിയല്ലേ സന്തോഷം. ഇതിൽ ചില കുസൃതികൾ ചോദിച്ചിട്ടുണ്ട്, സന്തോഷിക്കപ്പം എന്തുണ്ടായേ സാർ എന്ന്. അപ്പം ഞാൻ അങ്ങനെ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. സന്തോഷിക്കാൻ ഒന്നും വേണ്ട, ഒരു ഉപാധിയും വേണ്ട. പക്ഷേ ശരാശരി മനുഷ്യർക്ക് സന്തോഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം. വെറുതെ ഇരുന്നപ്പോൾ ഞാനങ്ങോട്ട് സന്തോഷിച്ചല്ല. പരീക്ഷ പാസ്സായി, അതല്ലെങ്കിൽ കുറേ പണം കിട്ടി, ഉദ്യോഗം കിട്ടി, എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴാണ് സന്തോഷം. മക്കൾ വന്നിട്ട് അച്ഛനെയും അമ്മമാരെ വന്ന് കണ്ടു, അപ്പോൾ മക്കൾക്ക് സന്തോഷമായി, അച്ഛനമ്മമാർക്ക് സന്തോഷമായി. സന്തോഷമുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം. വീട് വെച്ചു, അവനവൻ്റെ വീട് കാണുമ്പോൾ അവനവനൊരു സന്തോഷം. കുറേ ലോഡൊക്കെ എടുത്തിട്ടാണെങ്കിൽ ശരി, വീടൊക്കെ പണിതല്ലോ, സന്തോഷമാണ്. ചിലവർ സന്തോഷത്തിന് ചില വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത്, ഒരു ഇളം തണുപ്പുള്ള സമയം, മഞ്ഞാണ്, ഒരു സിഗരറ്റ് കത്തിച്ച് പുകങ്ങനെ വിടുമ്പോൾ സന്തോഷമായി. ചിലവർക്ക് സന്തോഷം കിട്ടാൻ മൂക്കിൽ പൊടി വലിക്കും, മൂക്കുപൊടി. അപൂർവ അവസരങ്ങളിൽ മൂക്കുപൊടി ഞാനും വലിച്ചിട്ടുണ്ട്. അത് രസമാണ്. ചിലപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് തുമ്പും മൂക്കുപൊടി വലിച്ചിട്ട്. ആരെങ്കിലും മുമ്പിലിരുന്ന് മൂക്കുപൊടി വലിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നുള്ളിട് വാങ്ങിയിട്ട് ഒന്നങ്ങോട്ട് വെക്കുമ്പോഴേക്കും തുമ്മുവച്ചാൽ ബോഡിയിലേക്ക് ആവശ്യമില്ലാത്തതാണതേ. ബോഡിയിലേക്ക് ആവശ്യമില്ലാത്തൊരു സാധനം മൂക്കുകൂടെ കയറ്റുമ്പോൾ ശരീരം നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. അതാണ് ഈ തുമ്മലേ. മഹാഭാവല്ലേ അത്. മുറുക്കുന്നവരുണ്ട്, ചിലർ പുകല മുട്ടി മുറുക്കും. മദ്യം ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ മദ്യം മുതൽക്ക് ഇതീ പറഞ്ഞൊക്കെ സന്തോഷം കിട്ടാനുള്ള ഉപാധികളാണ്. സന്തോഷം കിട്ടാനുള്ള ഉപാധികളാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ എടുത്തു സ്വീകരിച്ചുകൂടാ? അപ്പം അതങ്ങോട്ട് സ്വീകരിച്ചുകൂടെ? മനസ്സിനെ തത്വചിന്താപരമായിട്ട് ഒന്ന് മോൾഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, ചിന്തകന്മാർ പറഞ്ഞത് ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കും. സന്തോഷിപ്പിക്കുന്ന എന്തും വേദനിപ്പിക്കുകയും ചെയ്യും. ഇന്ന് നമ്മളെ എന്ത് വസ്തു സന്തോഷിപ്പിക്കുന്നുവോ അതേ വസ്തുവായിരിക്കും നമ്മളെ വേദനിപ്പിക്കുന്നത്. ഏത് കാര്യം ചിന്തിക്കാം. ധന്യമീ ജീവിതത്തിൽ
മിക്കവാറും കാര്യങ്ങൾ ചിന്തയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. മകൻ അച്ഛനെ തല്ലി, നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അയൽവാക്കത്ത് നടക്കുന്നു. ആ വീട്ടിൽ മകനെ തെരഞ്ഞ് പോലീസ് വന്നു, അച്ഛനെ തല്ലി. അച്ഛൻ അടി അറിയിക്കുന്നതാണോ ഇല്ലയോ എന്നല്ല ചോദിക്കുന്നത്, എന്നാലും മക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആ വീടിൻ്റെ പേരെന്നെ ചിലപ്പോൾ മകൻ്റെ പേരാവും. ആരെ ഏറ്റവും സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയുടെ പേരാണല്ലോ വീടിനിടുക. എന്നിട്ട് ആരെ സ്നേഹിച്ചുവോ ആ വ്യക്തി ദുഃഖകാരണമായിട്ട് മാറി. ഏറ്റവും സ്നേഹിച്ചത് മകളാണ്, പക്ഷെ ആ മകള് മരിച്ചുപോയി. എന്തു ചെയ്യും? സ്നേഹിച്ചത് എന്തും നമ്മെ വേദനിപ്പിക്കും. ഏറ്റവും സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെ തന്നെയാണ്. സ്വന്തം ശരീരത്തെ സ്നേഹിച്ച് വളരെ ശ്രദ്ധിച്ച് ശരീരത്തെ സ്നേഹിച്ച് ഭംഗിയായിട്ട് ചികിത്സിച്ച് ഒടുവിൽ എന്ത് സംഭവിക്കും? പ്രകൃതി ചികിത്സാ ക്യാമ്പ് ക്ലാസ് എടുക്കുമ്പോൾ സൂക്കട് സീരിയസ് ആയി പ്രശ്നം വന്നാൽ ഈ പ്രകൃതി ചികിത്സ കൊണ്ട് പറ്റുമോ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് തുടക്കത്തിലേ പറയും. പരമാവധി കാലം കുഴപ്പമൊന്നുമില്ലാതെ മരുന്ന് കഴിക്കാതെ ജീവിക്കാമെന്നേ പ്രകൃതി കൊണ്ട് കാര്യമുള്ളൂ. നിയന്ത്രണം തെറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അലോപ്പതി ഒന്നും ചീത്ത പറയേണ്ട, ഇഷ്ടമുള്ള ചികിത്സാ രീതി തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുത്താൽ എത്ര കാലം? ഒടുവിൽ അതും പരാജയപ്പെടും. ആരോഗ്യത്തെ സ്നേഹിക്കണം, സ്നേഹിച്ചാലേ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അതും നമ്മളെ വേദനിപ്പിക്കും. ഇങ്ങനെ ഏത് കാര്യമെടുത്തിരുന്നാലും അധികാരം നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഇപ്പോൾ അധികാരമുണ്ട്, പക്ഷെ അധികാരമില്ലാതെ ആകുമ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കണം. എനിക്കൊക്കെ ഇഷ്ടം പോലെ അനുഭവം വരാറുണ്ട്. വളരെ സാധാരണക്കാരായിട്ട് ജീവിതത്തിൽ എന്നെ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് കൂട്ടാൻ വീട്ടിലേക്ക് വാഹനത്തിൽ വരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ മുമ്പിലിരിക്കുന്നു. ആ വ്യക്തി പിന്നീട് ഉന്നത സ്ഥാനത്തെത്തുന്നു. ഇതേ വ്യക്തി പിന്നീട് ഞാൻ എവിടെയെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ VIP വന്നിട്ടില്ല, കാത്തിരിക്കല. അങ്ങനെ VIP ആയിട്ട് അദ്ദേഹം വരുന്നു. പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യത്തെ പ്രഭാഷകൻ അദ്ദേഹമായിരിക്കും. അവിടുന്ന് കുശലം ചോദിക്കുമ്പോഴേക്കും പത്രക്കാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടും. പിന്നീട് അധികാരമില്ലാതെ ആവുന്നു, പഴയ മാതിരിയാവുന്നു. സൗന്ദര്യം ആദ്യം എല്ലാവരും ആകർഷിക്കപ്പെടുന്നു, പിന്നീട് സൗന്ദര്യം ഇല്ലാതെയാകുന്നു. വ്യക്തികളുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. ഒരു വ്യക്തിയായിട്ട് വലിയ ലോകിയായിരിക്കും, പിന്നീട് കേൾക്കാം ഇപ്പോൾ ആ ആളായിട്ട് തെറ്റ് ചെയ്യുന്നു. എന്നാൽ അറ്റാച്ച്മെൻ്റ് എന്നൊന്നില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്നാണ് പല ശാസ്ത്രവും പറയുന്നത്. ഹിമാലയത്തിൽ പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് പറഞ്ഞാലും അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരംശമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ശ്രമമൊന്നും നടത്താത്തതുകൊണ്ട് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു റിസർച്ച് ഉണ്ട്. വിശാലമായ മൈതാനം, അവിടെ ആരുമില്ല, തരിശായി കിടക്കുന്ന സ്ഥലമാണ്. ആ തരിശായി കിടക്കുന്ന സ്ഥലത്ത് നാം ഒറ്റയ്ക്ക് നിൽക്കുന്നു. നമ്മൾ ചുറ്റും നോക്കി.
അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ല തോന്നുക, ഭയമാണ് തോന്നുന്നത്. അത് തീർച്ചയാണ്. അവിടെ അപ്പുറത്തിപ്പുറത്തൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും കുറേ മനുഷ്യന്മാരവിടെ ഉണ്ടല്ലോ. ഇതവിടെ മനുഷ്യരില്ലല്ലോ, ഭയമാണ് തോന്നുക. നമ്മൾ നോക്കുന്നു, ആരുമില്ല ചുറ്റും. അപ്പം വളരെ അകലെ ഏതോ ഒരാളുണ്ട്, ചെറിയൊരു രൂപയെ കാണാണ്ട്, കുറേ ദൂരത്താണ്. അപ്പം നമ്മൾ വെറുതെ ആ വ്യക്തിയുടെ അടുത്തേക്ക് നടന്നോളും. ആ അകലെ നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക്, അത് മനുഷ്യനാണെങ്കിൽ അങ്ങോട്ട് നടന്നോളും. ഈ നടന്നു തുടങ്ങാൻ ഒരു എനർജി കിട്ടുമല്ലോ. ആദ്യത്തെ കാലടി വെക്കണമെങ്കിൽ, വാഹനങ്ങൾ ഓടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മുന്നോട്ട് നീങ്ങണമല്ലോ. അതിനുള്ള എനർജി എവിടുന്ന് കിട്ടി? ആ എനർജി ആ വ്യക്തിയെ കണ്ടപ്പോൾ അത് മനുഷ്യനാണ് എന്നുള്ളതിനാൽ നമ്മുടെ പിറകിൽ നിന്ന് ചെറിയ ഒരു തള്ള് ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ ഒരു തള്ള് ഉണ്ടായതുകൊണ്ടാണ് അങ്ങോട്ട് പോകണമെന്ന ആകർഷണം തോന്നുന്നത്. ഏത് ആകർഷണത്തിൻ്റെ പിറകിലും ഈ തള്ളൽ ഉണ്ട്. പക്ഷെ അതിങ്ങനെ നമുക്ക് ശരീരത്തിന് അനക്കൊന്നും സംഭവിക്കില്ല. തള്ളലുന്നുണ്ട്, പക്ഷെ തള്ളലുണ്ട്. പ്രണയത്തിന് പിന്നെ തള്ളൽ നല്ല പോലെ ഉണ്ട്. തള്ളൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങാനുള്ള ഒരു ശക്തിവിശേഷം ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എത്രയാണ്? അത് ഒരു 2 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഭാരമാവും. 1 കിലോൻ്റെ തള്ളലാണെങ്കിലും നമുക്ക് താങ്ങാൻ കഴിയില്ല. ഒരു ചെറിയ ഉന്തൊക്കെ ആണെങ്കിൽ ഒരു 250 ഗ്രാം ഉണ്ടാവും. 250 ഗ്രാം ഇങ്ങോട്ട് വാന്ന് ഒരാൾ തോണ്ടുമ്പോൾ അത് ഒരു 10 ഗ്രാമെങ്കിലും ഉണ്ടാവും. ആ തോണ്ടി വിളിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. വെറുതെ നിൽക്കുന്ന നമ്മുടെ ബോഡിയിൽ ആ തള്ളിച്ചയെ പറ്റിയിട്ട് ശാസ്ത്രം പറയുന്നത് 1 ഗ്രാമില്ല, 0. അതിൽ 4 0 എഴുതാം. 0.0005 ഗ്രാം. 0.00005 ഗ്രാം ഒരു തള്ളിച്ച നമ്മളിൽ വന്നുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊന്നിൻ്റെ പിറകിലും ഇങ്ങനൊരു തള്ളിച്ച ഉണ്ട്. അമ്മ അവിടെ മുറിയിലിരിക്കണു. അപ്പോൾ അമ്മയോട് വർത്തമാനം പറയാനാണ്ട് പോയി. അപ്പോഴൊന്നും ഈ തള്ളിച്ച പ്രകടമല്ലെങ്കിൽ പോലും കാമുകന്മാർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, സുഹൃത്തുക്കൾ ഒരു കല്യാണത്തിന് പോയി. അപ്പം നമ്മൾ ചുറ്റും നോക്കി. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോഴാണ് പരിചയക്കാരുണ്ട്. അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാമല്ലോ. അങ്ങോട്ട് പോകാനുള്ളൊരു തള്ളിച്ച. ആ തള്ളിച്ച ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആണ്. അത് നമുക്ക് സുഖമുണ്ടാക്കും, ദുഃഖമുണ്ടാക്കുന്നതും അത് തന്നെയാണ്. ആ അകലെയുള്ള ആളെ പോയി കണ്ടു, പരിചയപ്പെട്ടു, സന്തോഷമായി. ഇത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു. ചിലപ്പോൾ നമ്മളെ സഹായിക്കും, നമ്മൾ അവരെ സഹായിക്കേണ്ടി വരും. ഒടുവിൽ അതൊരു ദുഃഖത്തിൻ്റെ കാര്യത്തിലാണ് എത്തി നിൽക്കുക എന്ന് തത്വചിന്ത പറയുന്നു. ഈ തത്വചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആണ്. ഏത് കാര്യത്തിലും നമുക്ക് ഈ തള്ളിച്ചയുണ്ട്. ആ തള്ളിച്ചയോടൊപ്പം ആരുമായിട്ടും എങ്കിലും ഒന്ന് ഒട്ടാൻ, മനസ്സ് ഒട്ടാൻ ആഗ്രഹിക്കുന്നു.
അതേ മനസ്സ് ഇതിനു മുമ്പുണ്ടായ ഒട്ടലുകളിൽ നിന്നുണ്ടായ ദുഃഖമാണ് മനസ്സിൻ്റെ ഒരു ഭാഗം. അനവധി പേരായിട്ട് നമുക്ക് ഒട്ടലുണ്ടായിട്ടുണ്ട്, അതിൻ്റെ ദുഃഖപ്പുണ്ട്. എന്നിട്ടോ ഒരു സുഖം അനുഭവിക്കണം, അതിനിപ്പോൾ വേറെ എവിടെ പോയിട്ട് ഒട്ടാം എന്നാണ് ചിന്തിക്കുന്നത്. എല്ലാ ഒട്ടലുകളും ആദ്യം സുഖം, പിന്നീട് അത് ദുഃഖമല്ലേ സമ്മാനിക്കുക എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.